നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചലച്ചിത്രമാണ് ആടുജീവിതം. ബെന്യാമിൻ എന്ന കൃതഹസ്ഥനായ പ്രതിഭാധനായ എഴുത്തുകാരൻ്റെ പേനത്തുമ്പിൽ പിറന്ന ഒരു നോവലാണ് ആടുജീവിതം. അതിപ്പോൾ ബ്ലസ്സി എന്ന സംവിധായകൻ സിനിമയാക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. ഏപ്രിൽ 10 ഈ സിനിമ തിയേറ്ററിലെത്തുമെന്നാണ് ബ്ലസ്സി അറിയിച്ചിട്ടുള്ളത്. കോവിഡ് കാലത്ത് സിനിമയുടെ ഷൂട്ടിങ്ങുമായി അവർ ജോർദാനിൽ പെട്ടുപോയി. അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ ആടുജീവിതം സിനിമയുടെ അണിയറ പ്രവർത്തകർ രംഗത്ത് വന്നിട്ടുണ്ട്. ലോക്ക്ഡൗണിനെ തുടർന്ന് മരുഭൂമിയിൽ കുടുങ്ങിയ 60 ദിവസങ്ങൾ അവരെങ്ങനെ ചെലവഴിച്ചു എന്നാണ് വീഡിയോയിൽ കാണിക്കുന്നത്. ഒരു അതിജീവനത്തിൻ്റെ കഥയായിരുന്നു ഈ 60 ദിവസങ്ങൾ. ലോകമെമ്പാടും കോവിഡ് എന്ന മഹാമാരിയുടെ പിടിയിൽ അമരുന്നു എന്നുള്ള വാർത്തകൾ ഞങ്ങളെ ഭയപ്പെടുത്തുകയും ഏതാണ്ട് 60 ദിവസക്കാലം ഞങ്ങൾ ഈ മരുഭൂമിയിൽ ഒറ്റപ്പെടുകയും ചെയ്യുകയുണ്ടായി. സംവിധായകൻ ബ്ലസ്സിയും നായകൻ പൃഥ്വിരാജും ഉൾപ്പെടുന്ന സംഘം ജോർദാനിലെ വാഡിറമിലെത്തിയത് 2020 മാർച്ച് 9. അപ്പോഴേക്കും ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ട കോവിഡ് മഹാമാരി ലോകത്തിന്റെ സിരകളിൽ പടർന്നു കയറിയിരുന്നു. ആടുജീവിതത്തിലെ നജീബിനെ അവതരിപ്പിക്കാൻ 30 കിലോ ഭാരം കുറച്ച പൃഥ്വിരാജ് ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. പക്ഷേ പ്രതീക്ഷകൾക്കുമേൽ കോവിഡ് പൂട്ടിട്ടു. ലോകം ലോക്ക്ഡൌണിലേക്ക്. പിന്നീടുള്ള ദിവസങ്ങളൊക്കെയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കയോടുകൂടിയാണ് ഓരോ ദിവസം ഞങ്ങൾ കഴിഞ്ഞത്. നമ്മളിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇതിപ്പോൾ മറ്റന്നാൾ പോകാൻ പറ്റും, അല്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞ് പോകാൻ പറ്റും എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ചിലപ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ കൂടും. നമ്മൾ ഇവിടെ ഓട്ടോത്തിനെ കറക്കാനൊക്കെ പഠിക്കുക. ഷൂട്ടിംഗ് മുടങ്ങി. ചുറ്റും കണ്ണെത്താ ദൂരം മണൽപ്പരപ്പ് മാത്രം. പലരും വിഷാദത്തിന്റെ പിടിയിലേക്ക് പോയി. ലൂഡോയും ചീട്ടുകളിയുമൊക്കെയായി സമയം തള്ളി നീക്കി. ആർട്ട് ഡിപ്പാർട്ട്മെന്റിലെ ചിലർ തടികൊണ്ട് ബാറ്റും ചെരുപ്പിന്റെ റബ്ബർ കൊണ്ട് ബോളുമുണ്ടാക്കി ക്രിക്കറ്റ് കളിച്ചു. ജോർദാൻ മരുഭൂമിയിൽ പൃഥ്വിരാജും ടീമും ക്രിക്കറ്റ് കളിക്കുന്ന ചിത്രങ്ങൾ കോവിഡ് കാലത്ത് വൈറലായിരുന്നു. വർഷങ്ങളായി മലയാളികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ആടുജീവിതം. ബെന്യാമിന്റെ പ്രശസ്തമായ ആടുജീവിതം നോവലിനെ അടിസ്ഥാനമാക്കിയാണ് സംവിധായകൻ ബ്ലസ്സി സിനിമയൊരുക്കുന്നത്. AR റഹ്മാനാണ് സംഗീതം. റസൂൽ പൂക്കുട്ടി സൗണ്ട് ഡിസൈൻ നിർവഹിക്കുന്നു. ചിത്രം ഏപ്രിൽ 10 തിയേറ്ററുകളിലെത്തും. ന്യൂസ് ഡെസ്ക് 24. അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു ചിത്രമായിരിക്കും ഈ ആടുജീവിതം എന്നാണ് ബ്ലസ്സിയെ പോലെയുള്ള ഇതിൻ്റെ അണിയർ പ്രവർത്തകർ പറയുന്നത്. എന്തായാലും ആടുജീവിതം പൃഥ്വിരാജിൻ്റെ കരിയർ ഗ്രാഫിലും വലിയ ഉയർച്ച ഉണ്ടാക്കുമെന്നാണ് പൊതുവെയുള്ള പ്രതീക്ഷ.